ബനാന നോക്കാൻ പറഞ്ഞു. നമ്മൾ ബനാന ചെയ്യാണ്. ഓക്കെ, നമ്മൾ റിക്വയർമെന്റ് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ എക്സാമിന് ഈ പ്രീ പോപ്പുലേറ്റഡ് ഷീറ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടി വരുമല്ലോ, അത് ഓൾറെഡി ടൈപ്പ് ചെയ്തിട്ടുണ്ടാവുക, നിങ്ങൾക്കറിയാലോ. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് ഇൻവോൾവ് ആവണേ ചെയ്യുന്ന സമയത്ത്, നല്ല മനസ്സിലാവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് ഒന്നാമത്തെ റിക്വയർമെന്റ്? ഒരു എക്സ്പ്ലനേറ്ററി നോട്ട് ഡ്രാഫ്റ്റ് ചെയ്യുക അല്ലെ. എക്സ്പ്ലനേറ്ററി നോട്ട് ഡ്രാഫ്റ്റ് ചെയ്യുക. ആർക്കാണ് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്? ടു ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ബനാന ഗ്രൂപ്പ്. ബനാന ഗ്രൂപ്പിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഒരു എക്സ്പ്ലനേറ്ററി നോട്ട് ഡ്രാഫ്റ്റ് ചെയ്യണം നമ്മൾ. അതിലെ ഫസ്റ്റ് റിക്വയർമെന്റ് എന്താണ്? അത് എത്ര മാർക്കിൻ്റെതായിരുന്നു? 5 മാർക്കിന്റെ ഫസ്റ്റ് റിക്വയർമെന്റ് എന്താണ്? Explain the errors made when calculating the goodwill arising on acquisition of grape. അപ്പോൾ ബനാന പേരന്റ് കമ്പനി ആയിരിക്കും, ഗ്രേപ്പ് ആരായിരിക്കും? സബ്സിഡറി കമ്പനി ആയിരിക്കും. അപ്പൊ ഗ്രേപ്പിന്റെ ഗുഡ്വിൽ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയോ എറേഴ്സ് വന്നിട്ടുണ്ട്. ആ എറേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കണം.
സോ ബനാന എന്ന് പറയുന്നത് ഒരു പേരന്റ് കമ്പനിയാണ്. നമ്മുടെ ഇയർ എൻഡ് 30 ജൂൺ 2007 ആണ്. മൈൻഡിൽ സ്റ്റോർ ചെയ്തു, ഇയർ എൻഡ് 30 ജൂൺ 2007. അക്വിസിഷൻ ഓഫ് ഗ്രേപ്പ് 30 ജൂൺ 2007, അതായത് ഇയർ എൻഡില് ബനാന ഗ്രേപ്പിൽ 80% ഷെയർസ് അക്വയർ ചെയ്തു. ദെയർബൈ എന്ത് കിട്ടി? കൺട്രോൾ കിട്ടി. ആൻഡ് ഡേറ്റ് ഓഫ് അക്വിസിഷന്റെ അന്ന് ഗ്രേപ്പിന്റെ ടോട്ടൽ ഇക്വിറ്റി 70 ആണ്. ഷെയർ ക്യാപിറ്റൽ 20, റീറ്റെയിൻ ഏർണിംഗ്സ് 42, OCE 8. ഇത് നെറ്റ് അസറ്റ്സ് അറ്റ് ഡേറ്റ് ഓഫ് അക്വിസിഷൻ ആണ്. പർച്ചേസ് കൺസിഡറേഷനിൽ ഓക്കെ, നമുക്ക് എന്തായാലും എങ്ങനെയാണ് ഗുഡ്വിൽ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നമുക്ക് ആ ഗുഡ്വിൽ ഇക്വേഷൻ ഒന്ന് എഴുതി കൊടുക്കാം അല്ലെ. ഫെയർ വാല്യൂ ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ. പർച്ചേസ് കൺസിഡറേഷനിൽ എന്ത് കൊടുക്കുന്നുണ്ട്? ഷെയർ കൊടുക്കുന്നുണ്ട്. എത്ര ഷെയർ കൊടുക്കുന്നേ? 10 മില്യൺ ഷെയർസ്. അതിന്റെ നോമിനൽ വാല്യൂ 1 ആണ്, മാർക്കറ്റ് വാല്യൂ 6.8 ആണ്. അപ്പൊ 68. അതുകൂടാതെ എക്സ്ട്രാ ക്യാഷ് 18 മില്യൺ കൊടുക്കും. എത്ര വർഷങ്ങൾക്ക് ശേഷം? 3 വർഷങ്ങൾക്ക് ശേഷം അല്ലേ? 2006 അല്ലേ ഇയർ ഉണ്ട്? അല്ലെ, 2007 ആണ് ഇയർ ഉണ്ട് അല്ലെ? അപ്പൊ 2 വർഷങ്ങൾക്ക് ശേഷം ഒരു ക്യാഷ് കൊടുക്കും. ഇഫ് ദി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഓഫ് ഗ്രേപ്പ് ഗ്രൂ ബൈ 5% ഇൻ ഈച്ച് ഓഫ് ദി നെക്സ്റ്റ് 2 years. ഇതെന്ത് കൺസിഡറേഷൻ ആണ്? ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു കഴിഞ്ഞാൽ പൈസ തരാമെന്ന് പറയുന്നത് എന്ത് കൺസിഡറേഷൻ ആണ്? കണ്ടിൻജന്റ് കൺസിഡറേഷൻ ആണ്. കണ്ടിൻജന്റ് കൺസിഡറേഷൻ നമ്മുടെ റെക്കോർഡ് ചെയ്യല് ഫെയർ വാല്യൂലാണ്. റിഗാർഡ്ലെസ് ഓഫ് ദി പ്രോബബിലിറ്റി ഓഫ് ഇറ്റ്സ് ഒക്കുറൻസ്. അത് സംഭവിക്കുക എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നോക്കൂല. അത് നമ്മൾ എന്തായാലും റെക്കോർഡ് ചെയ്യും. ആൻഡ് കണ്ടിൻജന്റ് കൺസിഡറേഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യല് ഫെയർ വാല്യൂലാണ്. ഫെയർ വാല്യൂ എന്ന് പറഞ്ഞാൽ അത് എക്സ്പെക്റ്റഡ് പ്രസന്റ് വാല്യൂ ആണ്. ഫെയർ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെക്റ്റഡ് പ്രസന്റ് വാല്യൂ ആണ്. ഇവിടെ നമ്മൾ കൊടുക്കാൻ പോകുന്ന കണ്ടിൻജന്റ് കൺസിഡറേഷന്റെ പ്രസന്റ് വാല്യൂ 16 ആണ്. എന്നാൽ 25% ചാൻസ് ആണ് ആ ഒരു എമൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എക്സ്പെക്ടഡ് പ്രസന്റ് വാല്യൂ എങ്ങനെയാണ് കാണല്? നിങ്ങൾ മൈക്ക് യൂസ് ചെയ്തേ, ചാറ്റ് ബോക്സ് യൂസ് ചെയ്യണമെന്നില്ല, മൈക്ക് ഒന്ന് യൂസ് ചെയ്തേ. 16 into 25%. അത് എത്രയാ? 4. പിന്നെ നമുക്ക് എന്ത് ആഡ് ചെയ്യണം? NCI at date of acquisition ആഡ് ചെയ്യണം. പിന്നെ എന്ത് മൈനസ് ചെയ്യണം? നെറ്റ് അസറ്റ്സ് അറ്റ് ഡേറ്റ് ഓഫ് അക്വിസിഷൻ മൈനസ് ചെയ്താൽ നമുക്ക് ഗുഡ്വിൽ കിട്ടും. ഈ നെറ്റ് അസറ്റ്സ് അറ്റ് ഡേറ്റ് ഓഫ് അക്വിസിഷൻ എനിക്ക് തോന്നുന്നു ഇവിടെ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് നെറ്റ് അസറ്റ് ഡേറ്റ് ഓഫ് അക്വിസിഷൻ? 70 ആണ്. എന്നാൽ at acquisition the only adjustment required to the identifiable net assets of Grape was for a land which had a fair value of 5 million higher than its carrying amount. 5 million fair value gain net assets 70 include ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്യണം. അത് ഇൻക്ലൂഡ് ചെയ്താൽ നെറ്റ് അസറ്റ് ഡേറ്റ് ഓഫ് അക്വിസിഷൻ 75 ആണ്. ഇനി നമുക്ക് വേണ്ടത് NCI ആണ്. ഫിനാൻസ് ഡയറക്ടർ ഗുഡ്വിൽ ഇങ്ങനെയാണ് കണ്ടുപിടിച്ചത്. അത് ഓഫ് കോഴ്സ് തെറ്റാണ് അല്ലെ? ഇയാൾ എന്തെടുത്തിട്ടില്ല? പർച്ചേസ് കൺസിഡറേഷൻ എന്തെടുത്തിട്ടില്ല? കണ്ടിൻജന്റ് കൺസിഡറേഷൻ എടുത്തിട്ടില്ല. അതിന് അയാൾ പറഞ്ഞ കാര്യം അത് കൊടുക്കാനുള്ള ചാൻസ് കുറവാണെന്നാണ്. പക്ഷെ നമുക്കറിയാം റിഗാർഡ്ലെസ് ഓഫ് ദി പ്രോബബിലിറ്റി ഓഫ് ദി പേയ്മെന്റ് കണ്ടിൻജന്റ് കൺസിഡറേഷൻ നമ്മൾ എന്തായാലും റെക്കോർഡ് ചെയ്യേണ്ടതാണെന്നുള്ള കാര്യം നമുക്കറിയാം. അതുപോലെ ഇവർ NCIനെ മെഷർ ചെയ്തത് നെറ്റ് അസറ്റ് മെത്തേഡിലാണ്. പക്ഷെ ഗ്രൂപ്പിന്റെ പോളിസി NCIനെ മെഷർ ചെയ്യേണ്ടത് എന്തിലാണ്? ഫെയർ വാല്യൂ മെത്തേഡിലാണ്. അപ്പൊ അതും അവർ ചെയ്തത് തെറ്റാണ്. ഇവർ NCIനെ പ്രൊപ്പോർഷനേറ്റ് മെത്തേഡിൽ മെഷർ ചെയ്തു. പക്ഷേ NCIനെ ശരിക്കും ഏത് മെത്തേഡിൽ മെഷർ ചെയ്യണം? ഫെയർ വാല്യൂ മെത്തേഡിൽ മെഷർ ചെയ്യണം. ഫെയർ വാല്യൂ മെത്തേഡിൽ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സിഡി കമ്പനിയുടെ ഷെയർ പ്രൈസ് അറ്റ് ഡേറ്റ് ഓഫ് അക്വിസിഷൻ വന്നിട്ടുണ്ട് 4.25. അപ്പൊ എങ്ങനെയാണ് NCI കണ്ടുപിടിക്കല്? ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഇൻ സബ്സിഡറി എത്രയാണ്? 20 ഷെയർ ക്യാപിറ്റൽ ആണ്. $1 ഷെയർസിന്റെ നോമിനൽ വാല്യൂ ആണ്. അപ്പൊ 20 മില്യൺ ഇൻറ്റു NCIയുടെ പെർസെൻറ്റേജ് എത്രയാണ്? 20%. ഇൻറ്റു സബ്സിഡി കമ്പനിയുടെ ഷെയർ പ്രൈസ് അറ്റ് ഡേറ്റ് ഓഫ് അക്വിസിഷൻ അത് 4.25 ആണ്. അപ്പൊ എത്രയാണ് NCI ഡേറ്റ് ഓഫ് അക്വിസിഷൻ വരുന്നത്? 18.
അപ്പൊ എത്രയാണ് ഗുഡ് വിൽ അറ്റ് ഡേറ്റ് ഓഫ് എക്വിസിഷൻ വരിക? 17 ഇത് നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ചെയ്തു. ഇത് എത്ര 18 അല്ല 17 ആണ്? അപ്പൊ എത്രയാണ് ഗുഡ് വിൽ അറ്റ് ഡേറ്റ് ഓഫ് എക്വിസിഷൻ വരുന്നത്? 14. പക്ഷെ ഇവർ കണ്ടുപിടിച്ച എത്രയാണ്? 12 ആണ്. അല്ലെ? നെറ്റ് അസറ്റ് ഇൻക്രീസ് ചെയ്താല് ഗുഡ് വിൽ എന്താവും? നെറ്റ് അസറ്റ് കൂടിയാൽ ഗുഡ് വിൽ എന്താവും? പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം പറയണേ. മൈക്ക് യൂസ് ചെയ്താൽ മതി, ടൈപ്പ് ഒന്നും ചെയ്യണ്ട. നെറ്റ് അസറ്റ് കൂടിയാൽ ഗുഡ് വിൽ എന്താവും? അറിയില്ലേ? എടാ ഇക്വേഷൻ നോക്കിയിട്ട് പറയടാ. പോയാ? നെറ്റ് അസറ്റ് കൂടിയാൽ ഗുഡ് വിൽ കൂടുവോ? ഈ മൈനസ് ചെയ്യുന്ന സാധനം കൂടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം മൂക്കിന് കുത്തുവേ, നേർക്ക് പറയണം. അതൊന്നും തെറ്റിക്കരുതേ. എന്ത് ചെയ്ത് ഈ സാധനം അറിയില്ല? നിങ്ങൾക്ക് മാത്സ് അറിയില്ലേ? ഒന്ന് പറഞ്ഞേ. പർച്ചേസ് കൺസിഡറേഷൻ കൂടിയാൽ ഗുഡ് വിൽ എന്താവും? പർച്ചേസ് കൺസിഡറേഷൻ കൂടിയാൽ ഗുഡ് വിൽ എന്താവും? അടിച്ച് ഞാൻ. പർച്ചേസ് കൺസിഡറേഷൻ കൂടിയാൽ ഗുഡ് വിൽ എന്താവും? കൂടും. NCI കൂടിയാൽ ഗുഡ് വിൽ എന്താവും? കൂടും. നെറ്റ് അസറ്റ് കൂടിയാൽ ഗുഡ് വിൽ എന്താവും? കുറയും. എടാ മണ്ടന്മാരെ, ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ 5ാം ക്ലാസ്സിലെ സ്കൂളിൽ പോയിട്ടില്ലേ? പ്ലസ് ചെയ്യേണ്ട സാധനം കൂടിക്കഴിഞ്ഞാൽ ഉത്തരം കൂടില്ലേ? മൈനസ് ചെയ്യേണ്ട സാധനം കൂടിക്കഴിഞ്ഞാൽ ഉത്തരം കുറയൂലേ? ബുദ്ധിയില്ലേ നിങ്ങൾക്ക്? ഇല്ലേ? ബുദ്ധിയില്ലേ? അതൊക്കെ ചിന്തിക്കാനുള്ള ബുദ്ധിയില്ലേ? അത്രക്ക് പൊട്ടന്മാരാണാ? ആണാ? അല്ല രാവിലെ ആയതുകൊണ്ടാ? നിങ്ങൾ പേടിപ്പിക്കല്ലേ, എനിക്ക് പേടിയായി. നിങ്ങളെ ഉത്തരം തെറ്റു പറഞ്ഞപ്പോ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ പേടിയായി. മനസ്സിലായ സംഭവം? മനസ്സിലായ? സംഭവം മനസ്സിലായിനാ? പർച്ചേസ് കൺസിഡർ. എടാ ഇത് ഗുഡ് വിൽ കണ്ടുപിടിക്കുന്ന സമയത്ത് ആഡ് ചെയ്യുന്ന സാധനം കൂടുവാണെങ്കിൽ ഉത്തരം ഗുഡ് വിൽ കൂടും, മൈനസ് ചെയ്യുന്ന സാധനം കൂടുവാണെങ്കിൽ ഉത്തരം ഗുഡ് വിൽ എന്താവും? കുറയും. ഓക്കെ, ദെയർ ബൈ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ലൈവിൽ വരൂലേ? എനിക്ക് വേറെ എന്തൊക്കെയോ പണിയുണ്ട്. നിങ്ങൾ റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ നേരാവണ്ണം പഠിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരാനൊന്നും പോകുന്നില്ല. thereby reducing the goodwill. പിന്നെ കണ്ടിൻജന്റ് കൺസിഡറേഷൻ എന്താണ്? Recorded regardless of the probability of its occurrence.
ഇത് റെക്കോർഡ് ചെയ്താൽ ഗുഡ്വിൽ എന്താവും? കൂടുവോ കുറക്കുവോ? ഓക്കെ. ഷെയർ ഇഷ്യൂ എന്തിലാ റെക്കോർഡ് ചെയ്യല്? ഫെയർ വാല്യൂ എന്ന് പറഞ്ഞാൽ ആരുടെ ഷെയർ പ്രൈസ് എടുക്കുക? ഞാൻ ഇത്ര ഒന്നും ടൈപ്പ് ചെയ്തിട്ടില്ല ഹൈസാമേ. എന്റെ ഉത്തരം എന്തുകൊണ്ടാ വലുതായത്? എന്തുകൊണ്ടാ വലുതായത്? ആ, ഇപ്പോൾ ടൈപ്പ് ചെയ്തോ. അപ്പൊ ഇത്ര ടൈപ്പ് ചെയ്തോ. ഇപ്പൊ എൻ സി എത്ര കൂടുന്നുണ്ടാ? അവർ റെക്കോർഡ് ചെയ്ത എൻ സിയും നമ്മൾ റെക്കോർഡ് ചെയ്ത എൻ സിയും തമ്മിൽ എത്ര ഇൻക്രീസ് ഉണ്ട്? അവർ 14 റെക്കോർഡ് ചെയ്ത് നമ്മൾ 17 റെക്കോർഡ് ചെയ്ത്. എൻ സി കൂടിയാൽ ഗുഡ്വിൽ എന്താവും? ഓക്കെ. അപ്പൊ എന്നാ പിന്നെ നമുക്ക് ഇതിന്റെ എൻട്രി ഒന്ന് കൊടുക്കാലോ. ആയി. ഉത്തരയേ. ഗുഡ്വിൽ കൂടാണോ ചെയ്യുന്നത് കുറയാണോ ചെയ്യുന്നത്? ഗുഡ്വിൽ കൂടുമ്പോൾ ഗുഡ്വിലിന് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ? ഡെബിറ്റ് ഗുഡ്വിൽ. എത്ര? 2. പിന്നെ ലാൻഡ് 5 കൂടിയില്ലേ? അപ്പൊ ലാൻഡിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ലാൻഡ് 5. എൻ സി ഐ എത്ര കൂടി? എടാ, അതായത് ഇതാണ് ഇവർ ചെയ്തത്. പക്ഷെ നമ്മൾ കറക്റ്റ് ചെയ്യാണ്. എൻ സി ഐ 3 കൂടി. അപ്പോൾ എൻ സി ഐ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. കണ്ടിൻജന്റ് പേയ്മെന്റ് എത്ര കൂടി? 4. അത് എസറ്റ് ആണോ ലാബിലിറ്റി ആണോ? ലാബിലിറ്റി. കൊടുക്കാനുള്ള പൈസയാണ്. അതില്ലേ? ഡെബിറ്റിലും 7 ക്രെഡിറ്റിലും 7 വന്നില്ലേ? ഓക്കെ ആണോ ഇത്? ഇത് ഇങ്ങനെ എഴുതണോന്ന് ചോദിക്കുവാണെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ എഴുതുക. ഇത് ഞാൻ കുറെ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും മിക്കതും കോപ്പി പേസ്റ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ഇതിന്റെ സൈസ് കണ്ടിട്ട് എന്ത് ചെയ്യണ്ട, ഭയപ്പെടണ്ട. നമുക്കെല്ലാം ഓക്കെ അല്ലേ? അടുത്ത എന്താണ്? ഇവിടെ എന്തോ പറയുന്നുണ്ട്. അതായത് റിക്വയർമെന്റ് 2 എത്ര മാർക്കിന്റെ ചോദ്യമാണെന്ന് നോക്കട്ടെ. 5 മാർക്കിന്റെ ചോദ്യം. റിക്വയർമെന്റ് 2 എത്ര മാർക്കിന്റെ ചോദ്യമാണ്? 5 മാർക്കിന്റെ ചോദ്യമാണ്. എന്താണ് റിക്വയർമെന്റ്? കാൽക്കുലേറ്റ് ദി പ്രോഫിറ്റ് ഓൺ ഡിസ്പോസൽ ഓഫ് ഷെയർസ് ഇൻ സ്ട്രോബെറി that should be recorded in the consolidated financial statements and explain how the remaining investment in strawberry should be accounted for. അപ്പോൾ ഒരു ഡിസ്പോസൽ നടന്നിട്ടുണ്ട്. കൺട്രോൾ ലോസ്റ്റ് ആവുന്ന ഡിസ്പോസൽ ആണെങ്കിലുള്ള ട്രീറ്റ്മെന്റ് നമുക്കറിയാലോ. അറിയാം. ബനാന ആദ്യം സ്ട്രോബെറിയിൽ 40% ഷെയർസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്.
അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്ട്രോബെറി ആരാണ്? ആരായിരിക്കും? അസോസിയേറ്റ് ആയിരിക്കും. അസോസിയേറ്റ് ഏത് മെത്തേഡിലാണ് നമ്മൾ മെഷർ ചെയ്യല്? ഇക്വിറ്റി മെത്തേഡിലാണ്. അപ്പൊ ഇത് ഡിസ്പോസൽ ഓഫ് സബ്സിഡറി അല്ല, ഇത് ഡിസ്പോസൽ ഓഫ് എന്താണ്? ഡിസ്പോസൽ ഓഫ് സബ്സിഡറി അല്ല, ഡിസ്പോസൽ ഓഫ് അസോസിയേറ്റ് ആണ് അല്ലെ? ഡിസ്പോസൽ ഓഫ് സബ്സിഡറി അല്ല, ഡിസ്പോസൽ ഓഫ് അസോസിയേറ്റ് ആണ്. അസോസിയേറ്റിനെ മെഷർ ചെയ്യുന്നത് ഇക്വിറ്റി മെത്തേഡിലാണ്. ഓക്കെ, എത്രയാണ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്? എത്രക്കാണ് വാങ്ങിച്ചേ? 18. പിന്നെ നമ്മൾ ഷെയർ ഇൻ പ്രോഫിറ്റ് കാണിക്കാറുണ്ട്. നെറ്റ് അസറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് വെച്ചിട്ട് നമുക്ക് ഷെയർ ഇൻ പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. എക്വയർ ചെയ്യുന്ന സമയത്ത് നെറ്റ് അസറ്റ് എത്രയാണ്? 44 ആണ്. ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് നെറ്റ് അസറ്റ് എത്രയാണ്? 50. അപ്പൊ എത്രയാണ് പ്രോഫിറ്റ് വന്നത്? 6. അതിന്റെ എത്ര പെർസെന്റ് ആണ് നമ്മൾ ഇവർക്ക് കൊടുക്കേണ്ടി വരിക? 40%. അത് എത്രയാ? 2.4. 2.4. So carrying value of associate at date of disposal അത് 20.4 ആണ്. Carrying value of associate at date of disposal എത്രയാണ്? 20.4 ആണ്. അപ്പൊ 1 October 2006 അഥവാ ഡേറ്റ് ഓഫ് ഡിസ്പോസലിന്റെ അന്ന് ബനാന എന്ത് ചെയ്തിട്ടുണ്ട്? 75% ഷെയർസ് ഡിസ്പോസ് ചെയ്തിട്ടുണ്ട്. 40യിലുള്ള 75% ഷെയർസ് ഡിസ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ റിമൈനിങ് പെർസെന്റേജ് എത്രയാണ് വരിക? 10% ആവും. എങ്ങനെയാണ് ഗെയിൻ ഓർ ലോസ് ഓൺ ഡിസ്പോസൽ കണ്ടുപിടിക്കല്? എത്രക്കാ വിറ്റത്? 19 പ്ലസ് ഫെയർ വാല്യൂ ഓഫ് റിമൈനിങ് ഇൻട്രസ്റ്റ് എത്രയാണ്? മൈനസ് carrying value of associate at date of disposal. അവിടെ മനസ്സിലാവുന്നുണ്ടാ? അപ്പൊ എത്രയാണ് ഗെയിൻ ഓൺ ഡിസ്പോസൽ? ഗെയിൻ ഓൺ ഡിസ്പോസൽ അവർ കറക്റ്റ്ലി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഗെയിൻ ഓൺ ഡിസ്പോസൽ അവർ കറക്റ്റ്ലി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എവിടെയായിരിക്കും റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുക? SOPയിലും പിന്നെ വർക്കിംഗ് നോട്ട് 5ലും. ഇത് ആരുടെ ഗെയിനാണ്? പേരന്റ് ഗെയിൻ എവിടെയാ കാണിക്കുക? അതായത് ഗ്രൂപ്പ് റീറ്റെയിൻ ഏർണിംഗ്സിൽ.
നമ്മുടെ അടുത്ത് അത് മാത്രമാണോ ചോദിച്ചത്? ഈ ക്വസ്റ്റ്യൻ ഒന്ന് ബ്രേക്ക് ചെയ്തേ. കാൽക്കുലേറ്റ് ദി പ്രോഫിറ്റ് ഓൺ ഡിസ്പോസൽ ഓഫ് ഷെയർസ് ഇൻ സ്ട്രോബെറി കണ്ടുപിടിച്ചില്ലേ? പിന്നെന്താണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? പിന്നെന്താ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? റിമൈനിങ് ഇൻട്രസ്റ്റിന് എങ്ങനെയാണ് കാണിക്കേണ്ടത് എന്നുള്ളതാണ്. ഇവർ ഏത് മെത്തേഡിലാണ് മെഷർ ചെയ്യുന്നത്? പെവൽ ത്രൂ OC മെത്തേഡ്. ഇതിന്റെ ഓപ്പണിംഗ് ബാലൻസ് എത്രയായിരിക്കും? 4.5. അതായത് ഇതായിരിക്കും ഓപ്പണിംഗ് ബാലൻസ്. സോറി, ഇത് 4.5 ഇതായിരിക്കും ഓപ്പണിംഗ് ബാലൻസ്. ആൻഡ് ഇയർ ഉണ്ടാകുമ്പോഴേക്ക് ഫെയർ വാല്യൂ എത്രയായിട്ടുണ്ട്? 4 അല്ല ഇത് കാരണം എന്ത് വന്നിട്ടുണ്ട്? അതെവിടെ കാണിക്കണം? OC അതിൽ കാണിക്കണം. എന്നിട്ട് എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? OCEയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ ഇതെല്ലാം നമുക്ക് ആ സ്പ്രെഡ്ഷീറ്റിൽ ഒന്ന് കാണിക്കാനുണ്ട്. എനിക്ക് തോന്നുന്ന നമ്മുടെ ആദ്യത്തെ സബ്ജക്റ്റ് എന്തായിരുന്നു? ഗ്രേപ്പ്. ഗ്രേപ്പിനെ കൺസോൾട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് PP ഒരു 5 കൂടിയിട്ടില്ലേ? കൂടിയിട്ടില്ലേ? ഗുഡ്വിൽ എത്ര കൂടി? ഇത് നോക്കിയിട്ട് പറ. ഗുഡ്വിൽ എത്ര കൂടി? കാണിക്കാൻ വിട്ടുപോയതാ. 2 കൂടി. ഗുഡ്വിൽ 2 കൂടി. പിന്നെ NC എത്ര കൂടി? 3 കൂടി. പിന്നെ ലയബിലിറ്റി എത്ര കൂടി? നോൺ കറന്റ് ലയബിലിറ്റി എത്ര കൂടി? 4 കൂടി. ഓക്കെ ആണോ? സ്ട്രോബെറിയുടെ കേസിൽ ബനാന ഹാസ് കറക്റ്റ്ലി കാൽക്കുലേറ്റഡ് ആൻഡ് റെക്കോർഡഡ് ദി പ്രോഫിറ്റ് ഓൺ ഡിസ്പോസൽ. അതൊക്കെ അവർ കറക്റ്റ്ലി ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് ഓൺ ഡിസ്പോസൽ ഒക്കെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? കറക്റ്റ്ലി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ ചെയ്യണ്ട. ഇത് കറക്റ്റ്ലി റെക്കോർഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ അവർ എന്താണോ മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്തത് അതൊക്കെ നമ്മൾ കാണിക്കേണ്ടി വന്നേനെ. പക്ഷേ ഇവർ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റിനെ ഇപ്പോഴും കാണിച്ചിട്ടുള്ളത് എന്തിലാണ്? 4ൽ തന്നെയാണ് അല്ലേ? ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റിനെ ഇപ്പോഴും കാണിച്ചത് എത്രയിലാണ്? സോറി, ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോഴും കാണിച്ചത് 4.5ൽ തന്നെയാണ്. അത് ശരിക്കും എന്തായിട്ടുണ്ട്? 4 ആയിട്ടുണ്ട്. ഈ 4 ആയ കാര്യം ഇവർ എന്ത് ചെയ്തിട്ടില്ല? റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പൊ ആ 0.5 ഇല്ലേ? 0.5 റിഡക്ഷൻ അത് എവിടേക്ക് വരും? നിങ്ങൾ പറഞ്ഞേ. അത് എവിടേക്ക് വരും? ആ 0.5 റിഡക്ഷൻ എവിടേക്ക് വരും? ഫൈനാൻഷ്യൽ അസറ്റ് 0.5 കുറയും. പിന്നെ OCEയും എത്ര കുറയും? 0.5 കുറയും. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? 0.5 അത് OCയിൽ കാണിച്ചിട്ട് OCയിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടില്ല. ക്ലിയർ ആണോ അത്? ഓക്കെ അല്ലേടാ?
അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് 5 മാർക്കിന്റെ? ഡോക്കില് മനസ്സിലാവുന്നില്ലേ? അടുത്ത 5 മാർക്കിന്റെ ചോദ്യം എന്താണ്? എക്സ്പ്ലെയിൻ ദി കറക്റ്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഓഫ് ബോണ്ട്. അപ്പൊ ഇവരെ ബോണ്ടിനെ കാണിച്ചത് തെറ്റിയിട്ടായിരിക്കും. അപ്പൊ ഇയർ സ്റ്റാർട്ടില് ഇവരൊരു ബോണ്ട് എക്വയർ ചെയ്തു. ബോണ്ട് എക്വയർ ചെയ്തു. ബോണ്ട് ഒരു ഇക്വിറ്റി ബോണ്ട് ഒരു ഡെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇവരുടെ ഇന്റൻഷൻ അത് ഹോൾഡ് ചെയ്യുക എന്നാണ്. അപ്പൊ ഇതിനെ മെഷർ ചെയ്യാൻ പോകുന്നത് ഏത് മെത്തേഡിലാണ്? അമോർട്ടൈസ്ഡ് കോസ്റ്റ് മെത്തേഡ്. ഓക്കെ അല്ലേ? അത് നമ്മുടെ ഇയറിന്റെ എപ്പോഴായിരുന്നു? ജൂൺ 2007 അല്ലേ? ആ ടേബിൾ വരയ്ക്കുകയാണെങ്കിൽ ഓപ്പണിംഗ് ഇല്ല, ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. പ്ലസ് എഫക്റ്റീവ് റേറ്റ് എത്രയാ? മൈനസ് ഇൻട്രസ്റ്റ് പെയ്ഡ് ക്ലോസിംഗ് ബാലൻസ്. ഹൈസാമെ അതെന്താ എനിക്കെന്താ നീ ചോദിച്ചതെന്ന് മനസ്സിലായിട്ടില്ല. കൂപ്പൺ റേറ്റും മാർക്കറ്റ് റേറ്റും ഡിഫറെന്റ് ആണെങ്കിലല്ലേ നമ്മൾ എന്ത് പറയല്? നോമിനൽ വാല്യൂ അല്ല ഫെയർ വാല്യൂ, അപ്പൊ പ്രസന്റ് വാല്യൂ വെച്ചിട്ട് കണ്ടുപിടിക്കണം എന്ന് പറയല് എപ്പോഴല്ലേ? ഇവിടെ അല്ലല്ലോ. ഓപ്പണിംഗ് ബാലൻസ് 10 ആണ്. എഫക്റ്റീവ് റേറ്റ് അപ്പൊ എത്ര വരിക? 0.7. ഇൻട്രസ്റ്റ് പെയ്ഡ് നോമിനൽ വാല്യൂ ഇൻറ്റു കൂപ്പൺ റേറ്റ് 0.5. അപ്പൊ ക്ലോസിംഗ് ബാലൻസ് എത്ര വരും? 10.2 വരും. അങ്ങനല്ലേ വരിക? സെവനില് അവർ കിട്ടിയ ഇൻട്രസ്റ്റ് SOPൽ എന്ത് ചെയ്തിട്ടുണ്ട്? ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ദിവസം ബനാന ഈ ബോണ്ട് ഒരു തേർഡ് പാർട്ടിക്ക് വിറ്റു ഫോർ 8 million. വെൻ അതിന്റെ ഫെയർ വാല്യൂ എത്രയായിരുന്നു? 10 million ആയിരുന്നു. അപ്പൊ ബോണ്ട് അവർ കാണിച്ച എത്രക്കാണ്? 10-ന് തന്നെയാണ്. അടുപ്പ് ഇവർ എന്താ ചെയ്തെന്നറിയോ? ഇവർ ശരിക്കും ഇത് ചെയ്തിട്ടില്ല. ഇവർ എഫക്റ്റീവ് റേറ്റ് 0.5 എടുത്തു, ഇൻട്രസ്റ്റ് പെയ്ഡ് 0.5 എടുത്തു. അങ്ങനെ ക്ലോസിംഗ് ബാലൻസ് ഇവർക്ക് എത്രയായി? 10 തന്നെയായി. ഇതാണ് ഇവർ ചെയ്തത്. ഇത് തെറ്റല്ലേ? ഇത് തെറ്റല്ലേ? ഇവർ എന്നിട്ട് ഈ 0.5 ആണ് SOPൽ എന്തായിട്ട് കാണിച്ചത്? ഫൈനാൻസ് കോസ്റ്റ് ആയിട്ട് കാണിച്ചത്. ഈ 0.5 ആണ് ഇവർ SOPൽ എന്തായിട്ട് കാണിച്ചത്? ഫൈനാൻസ് കോസ്റ്റ് ആയിട്ട് കാണിച്ചത്. അതെങ്ങനെ മനസ്സിലായി? ബോണ്ടിന്റെ ക്യാരിങ് വാല്യൂ സ്റ്റിൽ 10 ആവുമല്ലോ. അപ്പോൾ അത് തെറ്റാണ്. ശരിക്കും 0.7 ആണ് എഫക്റ്റീവ് റേറ്റ് കാണിക്കേണ്ടത്. അപ്പൊ ക്ലോസിംഗ് ബാലൻസ് എത്രയാവും? 10.2 ആവും. പക്ഷെ അവർ SOPൽ എത്രയാണ് ഇൻകം കാണിച്ചത്? 0.5 ആണ്. അപ്പൊ എക്സ്ട്രാ എത്ര ഇൻകം കാണിക്കണം? എക്സ്ട്രാ എത്ര ഇൻകം കാണിക്കണം? 0.2 കാണിക്കണം. അതെവിടെ കാണിക്കണം? അതെവിടെ കാണിക്കണം?
ഒന്ന് ഫൈനാൻഷ്യൽ അസറ്റിന്റെ എമൗണ്ട് 10 എന്നുള്ളത് 10.2 ആവും. ഇൻകൊക്കെ എവിടെയാണ് കാണിക്കല്? റീറ്റെയിൻഡ് ഏർണിംഗ്സിലാണ് അല്ലേ? റീറ്റെയിൻ ഏർണിംഗ്സിലല്ലേ? മനസ്സിലായത്? 10 എന്നുള്ള ഫൈനാൻഷ്യൽ അസറ്റ് നമ്മൾ എന്താക്കി? 10.2 ആക്കി. ഇൻകം ഒരു 0.2 കൂടിയിട്ടുണ്ട്. ഇൻകം SOP-യിൽ കാണിച്ചാൽ അത് എവിടത്തേക്കാണ് പോവുക? റീറ്റെയിൻ ഏർണിംഗ്സിലേക്കാണ് പോവുക. ആൻഡ് ഇത് കൺസോളിഡേഷന്റെ അഡ്ജസ്റ്റ്മെന്റ് അല്ല, ഇത് സാധാ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇവർ ഈ ബോണ്ട് വിറ്റ് നമുക്കിതിനെ സെയിലായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമോ? നമുക്കിതിനെ സെയിലായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമോ? ഇതിനെന്തുകൊണ്ട് സെയിലായിട്ട് കാണിക്കാൻ പറ്റൂല? കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. ചാൻസ് ഓഫ് റീപർച്ചേസ് എന്താണ്? ചാൻസ് ഓഫ് റീപർച്ചേസ് എന്താണ്? ഇതിനെന്തായിട്ട് കാണിക്കാൻ പറ്റൂല? സെയിലായിട്ട് കാണിക്കാൻ പറ്റൂല. ഇൻസ്റ്റെഡ് കിട്ടിയ പൈസ എന്തായിട്ട് കാണിക്കണം? എന്തായിട്ട് കാണിക്കണം? സെയിൽ അല്ലെങ്കിൽ കിട്ടിയ പൈസ എന്തായിട്ട് കാണിക്കണം? ലോൺ ആയിട്ട് കാണിക്കണം. ഈ സെന്റൻസ് വെച്ചിട്ട് നമുക്ക് പറയാം, ആ ബോണ്ടിന്റെ കൂപ്പൺ റേറ്റിലോ ഇതിലോ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ആ ലാഭനഷ്ടങ്ങൾ ആര് സഹിക്കണം എന്നാണ് പറയുന്നത് ഈ പാരഗ്രാഫില്? ബനാന സഹിക്കണം എന്നാണ് പറയുന്നത്. നമ്മളൊരു അസറ്റ് വിറ്റാൽ അതിന്റെ മുകളിൽ വരുന്ന ലാഭനഷ്ടങ്ങൾ നമ്മൾ സഹിക്കണ്ടല്ലോ. പക്ഷെ ഇവിടെ ഈ എന്താ പറയാ, അസറ്റിന്റെ മുകളിൽ എന്തെങ്കിലും ലാഭനഷ്ടങ്ങൾ വരുവാണെങ്കിൽ ആ ലാഭനഷ്ടങ്ങൾ ബനാനാക്ക് തന്നെയാണെന്ന് പറയുന്ന സമയത്ത് ഇതെന്തല്ല? സെയിലല്ല. ഇൻസ്റ്റെഡ് കിട്ടിയ പൈസ എന്തായിട്ട് കാണിക്കണം? ലോൺ ആയിട്ട് കാണിക്കണം. അസറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റൂല അല്ലേ? അപ്പൊ ഇവർ എന്താ ചെയ്തേ? ഇവർ ചെയ്ത കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് തിരുത്തണമല്ലോ. ഇവർ എന്തൊക്കെയാ ചെയ്തേ? ഇവർ എന്തൊക്കെയാണ് ചെയ്തത്? ഒന്നും നമുക്ക് തിരുത്താല. പറയോ? അവർ ബോണ്ട് ഡീറെക്കഗ്നൈസ് ചെയ്തു. എത്ര എമൗണ്ടാണ് ഡീറെക്കഗ്നൈസ് ചെയ്തത്? അവർ ബോണ്ട് ഡീറെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. എത്ര എമൗണ്ട് ഓഫ് ബോണ്ടാണ് അവർ ഡീറെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത്? 10. അത് നമുക്ക് ആഡ് ബാക്ക് ചെയ്യാം. എത്ര പൈസ കിട്ടിയേ? പൈസ കിട്ടിയേ 8. അത് നമുക്ക് എന്തായിട്ട് കാണിക്കാം? ലോൺ ആയിട്ട് കാണിക്കാം. ലോസ് അവർ എത്രയാണ് കാണിച്ചത്? ലോസ് 10ന്റെ സാധനം 8ന് വിറ്റപ്പോ ലോസ് 2. ലോസ് അവർ SOP-യിൽ കാണിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് എവിടത്തേക്ക് പോയിട്ടുണ്ടാവും?
റീറ്റെയിൻ ഏർണിങ്സിലേക്ക്. അപ്പോൾ അത് എന്ത് ചെയ്യുക, ആഡ് ബാക്ക് ചെയ്യുക. ഓക്കെ ആണോ അത്? ഓക്കെ ആണോ? കഴിഞ്ഞു. മിനിറ്റ്. ആണോ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് ശരിയാ. അതായത് കഴിഞ്ഞടാ. ഇതല്ല വളരെ സിമ്പിൾ ചോദ്യമാണല്ലോ അല്ലേ? ഓക്കെ അല്ലേ? ചെയ്യണേ. മറ്റേ വേറെ ഏതാണ് ചോദ്യം വേണ്ടതെന്നുള്ളതും കൂടി ഒന്ന് പറയാം. നാളെയും കൂടി നമുക്ക് കൺസോൾട്ടേഷൻ ചെയ്തിട്ട് നിർത്താം. ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് റിവിഷൻ ടൈമിൽ, അതായത് പക്ക റിവിഷൻ ടൈമിൽ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. ഏറ്റവും ലേറ്റസ്റ്റ് കഴിഞ്ഞ സെഷനിലെ വേറെ എന്തെങ്കിലും ചോദ്യം ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയാം. നിങ്ങളൊന്ന് പ്ലാറ്റ്ഫോമിലെല്ലാം കയറിയിട്ട് നോക്കണേ. അത് എന്നെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കല്ലേ. ഒന്ന് പ്ലാറ്റ്ഫോമിലൊക്കെ കയറുക, അവിടുത്തെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുക. നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ എവിടെ എത്തി? ഇന്നെന്താ പഠിക്കേണ്ടത്? കൺസോൾട്ടേഷൻ കഴിഞ്ഞല്ലേ? ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടില്ലാന്നാ? ഒന്ന് കുറച്ച് ഒച്ചത്തിൽ പറയാം, കേൾക്കുന്നില്ല. ആ ബാക്കി പിന്നെ ചെയ്താൽ മതി. ബാക്കി പിന്നെ ചെയ്താൽ മതി. 6 ദിവസം ഉണ്ടായിരുന്നു കൺസോൾട്ടേഷൻ. അതിൽ കൂടുതലൊന്നും നിങ്ങൾ സമയം എടുക്കരുതേ. ഇതിലുള്ള RT CAT ചെയ്താ
അത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാർസലി ചെയ്തില്ലേ, അതൊക്കെ പ്രീ പോപ്പുലേറ്റഡ് ആണ്. ഓട്ടോ, കബേലോ, അതൊക്കെ പ്രീ പോപ്പുലേറ്റഡ് ആണ്. അതൊക്കെ മിനിമം ചെയ്യാം. ഇപ്പൊ ബനാനയും നമ്മൾ ചെയ്തു, ജൊക്കാറ്റും ചെയ്തു. ജൊക്കാറ്റ് പഴയ വേർഷന്റെ വീഡിയോ ആണ് ഇവിടെ ഉള്ളതെന്ന് തോന്നുന്നു. പുതിയ വേർഷൻ നമ്മൾ ചെയ്തു. ഷുഗർ പ്രീ പോപ്പുലേറ്റഡ് ആണ്. ഞാൻ തന്ന ഷുഗർ പ്രീ പോപ്പുലേറ്റഡ് അല്ല, നിങ്ങളുടെ ഇതിലുള്ളത് പ്രീ പോപ്പുലേറ്റഡ് ആണ്. അത് ചെയ്യണോ? ഷുഗർ ചെയ്യണോ? അത് ഓക്കെയാണ്, എന്നാ കുഴപ്പമില്ല. അപ്പൊ അത്ര മതി. അതായത് ഈ പ്ലാൻ അനുസരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. ഇതിലിപ്പോ നിങ്ങൾ ചെയ്യാത്ത ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക, അത് പിന്നെ ചെയ്യാലോ. കാരണം നിങ്ങൾ നോക്കിയേ, ഈ പ്ലാൻ 25 ആകുമ്പോഴേക്ക് കഴിയുന്ന പ്ലാനാണ്. 25 കഴിഞ്ഞ് വീണ്ടും ഒരു 10 ഡേയ്സ് നമുക്ക് എക്സാമിലേക്ക് ഉണ്ട്. ആ സമയത്ത് ചെയ്യാൻ എന്തെങ്കിലും ചോദ്യം വേണ്ടേ? അപ്പൊ നിങ്ങൾ ചോദ്യം തീർക്കാൻ നിൽക്കണ്ട, ആ ഡേറ്റ്സിനനുസരിച്ചുള്ള ടോപ്പിക് കവർ ചെയ്യുക, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക, എന്നിട്ട് മുന്നോട്ടേക്ക് പോവുക. അതാണ് നമ്മുടെ രീതി. അപ്പൊ എന്നാ ഇന്ന് ഇത്ര മതി. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, നാളെ ഇല്ല മറ്റന്നാൾ നോക്കാം. മറ്റന്നാൾ നമുക്ക് ഏതെങ്കിലും സ്റ്റാൻഡേർഡിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രൂപ്പിൽ റെക്കമെൻഡ് ചെയ്യാം, ഇന്ന ചോദ്യം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റെക്കമെൻഡ് ചെയ്യാം. അതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ എന്നാ ശരി, ഞാൻ ആൻസർ കീ അയച്ചു തരാം. ബാക്കി നമുക്ക് നിങ്ങളുടെ പഠിത്തം നടക്കട്ടെ. ബാക്കി നമുക്ക് മറ്റന്നാളത്തെ ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു. Thank you, sir.